الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ ജീവിതവും ഇതിലുള്ള മുഴുവൻ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദാനമായി തന്നതാണ്. നമ്മുടെ ശരീരവും നമ്മുടെ ജീവനും നമ്മുടെ സ്വത്തും നമ്മുടെ മക്കളും നമ്മുടെ വീടും നമ്മുടെ വാഹനവും നമുക്കുള്ള എല്ലാം അള്ളാഹു തന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ട പ്രകാരം നാം ഇതെല്ലാം കൊണ്ടുപോകേണ്ടതുണ്ട്. ജീവിക്കേണ്ടത് അങ്ങനെയാവേണ്ടതുണ്ട്, ചെലവഴിക്കുന്നത് അങ്ങനെയാവേണ്ടതുണ്ട്, നമ്മുടെ പെരുമാറ്റവും സംസാരവും അങ്ങനെ ആയിത്തീരേണ്ടതുണ്ട്. എല്ലാം അള്ളാഹുവിന് തൃപ്തിപ്പെട്ട വിധത്തിൽ ആയിത്തീരണം. ഇതെല്ലാം അള്ളാഹു തന്നതാണ് എന്ന് മറന്നുപോയാൽ അങ്ങനെ ജീവിക്കാൻ നമുക്ക് സാധ്യവുമല്ല. എൻ്റെ ജീവിതം ഞാൻ ഉണ്ടാക്കിയതാണ്, എൻ്റെ സ്വത്തൊക്കെ ഞാൻ സമ്പാദിച്ചതാണ്, എൻ്റെ വീടും എൻ്റെ വാഹനവും എൻ്റെ സൗകര്യങ്ങളുമൊക്കെ എൻ്റെ കഴിവ് കൊണ്ടും എൻ്റെ സൂത്രം കൊണ്ടും എൻ്റെ പ്ലാനിങ് കൊണ്ടും എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞതാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അവൻ മനസ്സിലാക്കണം, അവന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല, ചെലവഴിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ചെലവഴിക്കാൻ പറഞ്ഞപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ചെലവഴിക്കാൻ പറഞ്ഞു. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. ലൻ തനാലുൽ ബിർറ, നിങ്ങൾക്കാർക്കും പുണ്യം ലഭിക്കുകയില്ല. ഹത്താ തുൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ. മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന്. വമാ തുൻഫിഖൂ മിൻ ഷൈഇൻ, നിങ്ങൾ ചെലവഴിക്കുന്ന ഏതും ഫഇന്നല്ലാഹ ബിഹി അലീം, തീർച്ചയായും അള്ളാഹു അതിനെക്കുറിച്ച് അറിയുന്നവനാകുന്നു. സൂറത്ത് ആലു ഇമ്രാൻ 92 ആയത്താണിത്. എന്താ ഈ പറഞ്ഞത്? ലൻ തനാലുൽ ബിർറ, നിങ്ങൾക്ക് പുണ്യം ലഭിക്കുകയില്ല. ഹത്താ തുൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ. മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന്. അപ്പൊ നമ്മൾ ചെലവഴിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു, പണം കൊടുക്കുന്നു, പലതും കൊടുക്കുന്നു. ഈ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണോ? അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഒരാൾ തന്നാൽ നിങ്ങൾ സ്വീകരിക്കുന്നതാണോ? അല്ലേ? പലപ്പോഴും കീരി
പോയ ഒരു വസ്ത്രം ചിലപ്പോൾ ഒരാൾക്ക് കൊടുക്കും, നമുക്ക് ആവശ്യമില്ല. വലിപ്പം ശരിയാവാത്ത ഒരു കുപ്പായം വേറൊരാൾക്ക് കൊടുക്കും. കേടുവന്ന ഭക്ഷണം വേറൊരാൾക്ക് എടുത്തു കൊടുക്കും. ഇതല്ല പുണ്യം എന്നാണ്. പുണ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാവണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചെലവഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പുണ്യം കിട്ടുക എന്ന് പറയുന്നു. അങ്ങനെ ചെലവഴിക്കാൻ നല്ല ഈമാൻ വേണം, നല്ല മനസ്സ് വേണം. അതാണ് അതിൻ്റെ കാര്യം. ഇപ്പം അടുത്ത് ഒരാൾക്ക് വിദേശത്തേക്ക് ഒരു ഭർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ ഒരവസരം കിട്ടി. 50,000 രൂപ എയർ ടിക്കറ്റിന് വേണം. 50,000 രൂപ ഒരാഴ്ച പോയി പോരാനാണ്. അപ്പം അവർ പറഞ്ഞു, അവിടെ മക്കളെ ടിക്കറ്റാണ് പോകുന്നത്, അവർ പറഞ്ഞു 50,000 രൂപ ഉണ്ടെങ്കിൽ എന്തെല്ലാം നല്ല കാര്യം ചെയ്യാം. ഒരു പാവം മനുഷ്യന് വീടുണ്ടാക്കുന്നതിന് സഹായിച്ചു കൊടുക്കുക. അവർ മഴയും വെയിലും കൊള്ളാതെ ജീവിക്കാൻ അതിൻ്റെ ഒരു തുടക്കമായി കൂടെ. അവർ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത്. നമ്മളിപ്പോൾ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് യാത്ര മുടക്കിയിട്ട് ഇത് കൊടുക്കുകയില്ല, ഈ പോക്കും ഉണ്ടാവില്ല. ഇതാണ്ടാവുന്നത്. അങ്ങനെയല്ല വേണ്ടത്. അപ്പം നമുക്ക് ആവശ്യമുള്ള ഒരു സാധനം എടുത്ത് നാം ദാനം ചെയ്യുമ്പോൾ, മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ ഈമാനിൻ്റെ ഒരു ചൈതന്യം മനസ്സിലുണ്ടാകും. അത് ഒരു പുണ്യം ചെയ്തു എന്നുള്ളത്. അങ്ങനെ പുണ്യം ചെയ്യാൻ വിധിക്കപ്പെട്ട നമ്മൾ ആ പുണ്യം നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കണം. ഖുർആനിൽ നല്ല മനുഷ്യന്മാർ ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു, അവരെ ഗുണമായിട്ട്. എങ്ങനെ? വയുത്ഇമൂന അത്അാമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. വയുത്ഇമൂന അത്അാമ, അവർ ഭക്ഷണം കൊടുക്കുന്ന ആളുകളാണ്. അലാ ഹുബ്ബിഹി, അതിന് രണ്ടർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഒരർത്ഥം, ഒന്നാമത്തെ അർത്ഥം ആ ഭക്ഷണത്തോടുള്ള ഇഷ്ടത്തോടൊപ്പം, എനിക്ക് ഭക്ഷണം ആവശ്യമുണ്ട്, എൻ്റെ വീട്ടിലേക്ക് ഭക്ഷണം ആവശ്യമുണ്ട്, എന്നിട്ടും അതെടുത്തിട്ട് മറ്റൊരാൾക്ക് കൊടുക്കുന്നു. അതാണ് അധിക മുഫസ്സിരീങ്ങളും കൊടുത്ത അർത്ഥം. ആ ഭക്ഷണത്തോടുള്ള ഇഷ്ടത്തോടൊപ്പം, ആവശ്യത്തോടൊപ്പം, താല്പര്യത്തോടൊപ്പം ആ ഭക്ഷണം ദാനം ചെയ്യുന്നു. മറ്റൊരർത്ഥം മുഹബ്ബിഹി എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ സ്നേഹം പ്രതീക്ഷിച്ചുകൊണ്ട് ദാനം ചെയ്യുന്നു. എന്തായാലും ഒരേ ആശയം തന്നെയാണ്. ആർക്ക് കൊടുക്കുന്നു? മിസ്കീനൻ, മിസ്കീന് കൊടുക്കുന്നു. വയതീമൻ, യതീമിന് കൊടുക്കുന്നു. അസീറൻ, അസീറിന് കൊടുക്കുന്നു. ആരാ മിസ്കീൻ, ആരാ യതീം, ആരാ അസീർ? മിസ്കീൻ എന്ന് പറയുന്നത് കുറച്ചൊക്കെ ജീവിത മാർഗങ്ങളുണ്ട്, പക്ഷെ ഉള്ളത് കൊണ്ട് മതിയാവുന്നില്ല അത്യാവശ്യത്തിന്. അതാണ് മിസ്കീൻ. നമ്മുടെ നാട്ടിലൊക്കെ പാവങ്ങൾ എന്ന് പറയുന്നത് ആ കൂട്ടത്തിൽപ്പെട്ടവരാ, മിസ്കീന്മാരാണ് അധികം. ഫക്കീർ എന്ന് പറയുന്ന ഒന്നുമില്ലാത്ത ആള്. മിസ്കീൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, മതിയാവാത്ത ആള്. യതീം, അനാഥൻ, നോക്കാനാളില്ല, വാപ്പ ജീവിച്ചിരിപ്പില്ല, അനാഥനായ ആള്. അസീർ, അസീറ, അസീർ എന്ന് പറഞ്ഞാൽ ബന്ധിതൻ. ഇപ്പൊ ജയിലിൽ കുടുങ്ങിപ്പോയ ഒരാള്, ശത്രുവിന്റെ കയ്യിൽപ്പെട്ട് പോയ ഒരാള്, ബന്ധിതനായ ആൾ, അയാളെ മോചിപ്പിക്കണം, അയാളെ രക്ഷപ്പെടുത്തണം, അതിന് നിയമസഹായം ചെയ്യണം, അവർക്ക് ഭക്ഷണം എത്തിക്കണം, പലതും. ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ അല്ലാഹു തആല നല്ല ആളുകളുടെ കൂട്ടത്തിൽ എണ്ണിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുക, പലപ്പോഴും ഉണ്ടാവുന്നത് എന്താ? ഇപ്പൊ പാവപ്പെട്ട ഒരു മനുഷ്യന് ഭക്ഷണം വേണം, ചികിത്സക്ക് പണം വേണം, അയാൾക്ക് താമസിക്കാൻ ഒരു വീട് വേണം, അല്ലെ ഒരു തൊഴിലുപകരണം വേണം. ഇത് നേർക്ക് നേരെ കുറച്ച് പാവങ്ങൾ പോയി പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കാൻ മടിക്കും. നേരെ മറിച്ച് ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത, ദീനിയായിട്ടും ദുനിയവിയായിട്ടും നമുക്ക് ആവശ്യമില്ലാത്ത പല കാര്യങ്ങൾക്കും കുറച്ച് കാര്യപ്പെട്ട ആളുകൾ കാര്യപ്പെട്ട രൂപത്തിൽ വരും, നമ്മൾ കൊടുക്കും. എന്താ അതിന്റെ കാരണം? ഇവിടെ ഇന്നമാ നുതീമുക്കും ലിവജ്ഹില്ല ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. ഇവരുടെ ഒരു ഗുണമാണ്, ഞങ്ങൾ ഈ ഭക്ഷണം കൊടുത്തത് ലിവജ്ഹില്ല, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണ്. മാത്രവുമല്ല ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ, ഇത് കൊടുത്തതിന് എന്തെങ്കിലും ഒരു പ്രതിഫലമോ ഒരു നന്ദി വാക്കോ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. അപ്പൊ ഒരാളെ സഹായിച്ചാൽ, ഒരു കഷ്ടപ്പെട്ടവന് ഭക്ഷണം നൽകിയാൽ, പ്രയാസപ്പെടുന്നവന്റെ പ്രയാസം അകറ്റുന്നതിന് ഞാനിത് തന്നു എന്നതുകൊണ്ട് എന്നോട് ഒരു നന്ദി വാക്കും പറയണ്ട. എനിക്ക് അതിന്റെ പേരിൽ നിങ്ങളെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രതിഫലവും ആവശ്യമില്ല. ആ ഒരു നിയ്യത്തുള്ള ആളുകളാണ് ഇങ്ങനെ ചെയ്യുന്നവർ എന്ന് പറഞ്ഞു. അങ്ങനെയല്ലല്ലോ ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ദീനിയായ ഒരു കാര്യത്തിന് പണം ചോദിച്ചപ്പോൾ എൻ്റെ ഒരു അനുഭവമുണ്ട്. കുറെ കൊല്ലം മുമ്പ് ഒരു ചെറിയ പണം തന്ന ഒരാൾ, പക്ഷെ ആ ആവശ്യം വലുതായിരുന്നു എന്നും അതിന് ഗുണം വലുതാണെന്നും പിന്നീട് അയാൾക്ക് മനസ്സിലായി. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞെന്താ പറയുക, കുറെ കഴിഞ്ഞപ്പോൾ നിങ്ങൾ അന്ന് വന്നപ്പോൾ ഞാൻ ചെറിയൊരു പൈസ തന്നു, നിങ്ങളിട്ട് പ്രസ് ചെയ്തില്ല, അപ്പൊ എനിക്ക് തരാനും തോന്നിയില്ല. ഞാൻ പറഞ്ഞു, പ്രസ് ചെയ്താൽ ഉള്ള കൂലിയും പോവില്ലേ? ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്, അള്ളാന്റെ വജീനെ വിചാരിച്ച് നിങ്ങൾ തരണമെന്ന് പറഞ്ഞിട്ട് 100 റുപ്യാണ് തരുന്നെങ്കിൽ, അതാണ് പ്രസ് ചെയ്ത്
1000 രൂപ തരുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുക എന്നുള്ളതുകൊണ്ടാണ് പ്രസ് ചെയ്യാതിരുന്നത്, നിർബന്ധിക്കാതിരുന്നത് എന്ന് പറയേണ്ടി വന്നു. ഇതാണ് സംഗതിയുള്ളത്. അപ്പൊ അള്ളാഹിന്റെ വചനം ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ചെലവഴിക്കാൻ സാധിക്കുക. അങ്ങനെ ചെലവഴിക്കുമ്പോൾ എന്തുണ്ടാവുമെന്നറിയോ? നമ്മൾ പലപ്പോഴും നമ്മുടെ ആവശ്യം മാറ്റിവെക്കേണ്ടി വരും. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അവരുടെ ആവശ്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. അത് അവനവന് ദാരിദ്ര്യമുണ്ടാകും, ആവശ്യമുണ്ടായിരുന്നു എന്ന അവസ്ഥയിൽ തന്നെ. അപ്പൊ എനിക്ക് ആവശ്യമുള്ളതായിരുന്നു, എന്നാലും ഞാനത് നൽകുമ്പോഴേ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു മാറ്റം ഉണ്ടാവും. അത് പരിഹരിക്കാനൊക്കെ സാധിക്കും. അപ്പൊ ആ നിലയിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിലും മറ്റൊരുത്തന്റെ അത്യാവശ്യത്തെ കാണുക എന്നതാണ് ഇങ്ങനെ നൽകാൻ കഴിയുന്നതിനുള്ള ഒരു പ്രചോദനം. വസയുജന്നബുഹൽ അത്ഖല്ലദീ യുഅതി മാലഹു യതസക്ക വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ലാ ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅലാ വലസൗഫ യർളാ. അല്ലാഹു തആല അവിടെയും പറയുന്നത് പണം നൽകി ഇത് ശുദ്ധീകരിക്കുന്നവർ, നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്ന ആളുകൾ ആരാ? വസയുജന്നബുഹൽ അത്ഖ, തഖ്വ, വളരെ കൂടുതൽ തഖ്വയുള്ള ആളുകൾ. അല്ലദീ യുഅതി മാലഹു യതസക്ക, പണം കൊടുത്തിട്ട് ശുദ്ധിയാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള പണം അതിൽ നിന്ന് കൊടുക്കുമ്പോഴേ അത് ശുദ്ധിയാവുന്നുള്ളൂ എന്നതാണ്, സക്കാത്ത് പ്രത്യേകിച്ചും. എന്നിട്ട് അവിടെ പറയുന്നത് എന്താണെന്നറിയോ? അത് കൊടുത്തത് ഇല്ലബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅല, ഏറ്റവും ഉന്നതനായ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ കൊടുക്കുന്നത് എന്നതാണ്. ഇങ്ങനെ കൊടുക്കാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ചിലരൊക്കെ കഷ്ടപ്പെടുന്നത്, പട്ടിണി കിടക്കുന്നത്, രോഗം കൊണ്ട് വലഞ്ഞിട്ട് ചികിത്സിക്കാൻ കഴിയാത്തത്. എന്തിനേറെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിൽ ഒരു 100 വീടുകളുണ്ട് വിചാരിക്കും, 100 വീടുകൾ, മുസ്ലിം വീടുകൾ. ഈ 100 വീട്ടിലെ ആളുകൾക്കും കൂടി നമസ്കരിക്കാൻ ഒരു പള്ളി ഉണ്ടാക്കണം. ഒരു പള്ളി ഇപ്പൊ 50 ലക്ഷം രൂപ വേണം വിചാരിക്കാം ഒരു നാട്ടിൽ ഇവർക്ക് നിസ്കരിക്കാൻ, ഏറ്റവും നല്ലൊരു പള്ളി ഉണ്ടാക്കാൻ. പക്ഷെ നമുക്കത് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. എന്നിട്ടോ നമ്മൾ പുറത്തുള്ള ആളുകളോട് പറയും, വിദേശത്തുള്ള ആളുകളോട് പറയുമ്പോൾ അങ്ങനെ പള്ളി ഉണ്ടാക്കും. അങ്ങനെ ആയിരുന്നില്ലല്ലോ നമ്മൾ എങ്ങനെയായിരുന്നു? ഈ പള്ളി ഉദാഹരണം, ഈ പള്ളി ഉണ്ടാക്കിയിട്ട് അരനൂറ്റാണ്ടായല്ലോ. ഈ പള്ളി ഉണ്ടാക്കുന്ന കാലത്ത് പുറത്തുനിന്ന് പണം കിട്ടലില്ലല്ലോ. ആരുണ്ടാക്കി? ഇവിടുത്തെ ആൾക്കാർ കൊടുത്തു. അതെങ്ങനെ കൊടുത്തതെന്നറിയോ? കൊടുക്കാൻ കഴിയുന്നത് 100 വീടുകൾ ഒരു നാട്ടിലുണ്ടെങ്കിൽ, ഒരു ഗ്രാമത്തിലുണ്ടെങ്കിൽ, നിങ്ങൾ നോക്കൂ, ആ 100 വീട്ടുകാരും അവർ വീടുണ്ടാക്കുന്നുണ്ട് അല്ലെ? 20 ലക്ഷം 30 ലക്ഷം ഒക്കെ ചെലവാക്കിയിട്ട് ഇവരൊക്കെ അല്ലെ അതിലധികം ചെലവഴിച്ച് വീടുണ്ടാക്കിയിട്ടുണ്ട്. ഈ 100 വീട്ടുകാരും അവരെ കുട്ടികളെ സ്കൂൾ പറഞ്ഞയക്കുന്നുണ്ട്, കോളേജിൽ പറഞ്ഞയക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ഇവരൊക്കെ തന്നെ പെൺകുട്ടികൾക്ക് ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവാക്കി ആഭരണം ഉണ്ടാക്കുന്നുണ്ട് അല്ലെ? ഇവരെല്ലാവരും അവരുടെ വീട്ടിൽ വിവാഹവും ആഘോഷവും സൽക്കാരവുമായി. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരാൾ പറഞ്ഞു, ഒരു സാധാരണക്കാരൻ 20 ലക്ഷം രൂപ ചെലവഴിച്ചു അയാളെ വീട്ടിൽ മകളെ കെട്ടിക്കുക. 20 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യൻ ഒരു ആയുഷ്കാലം മുഴുവൻ ജീവിച്ചാൽ സമ്പാദ്യം ഉണ്ടാവില്ല, ഉറപ്പല്ലേ? പിന്നെ അത് വേറെ കോലത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ട രൂപത്തിലേക്ക് പോവാ, ഹറാമിലേക്ക്. അപ്പൊ ഇങ്ങനെ 10ഉം 50ഉം ലക്ഷം സ്വന്തം ആവശ്യത്തിന് ഓരോരുത്തരും ചെലവഴിച്ച ഒരു നാട്ടിൽ എല്ലാവർക്കും കൂടി ഒരു 50 ലക്ഷം ഉണ്ടാക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? അത് എന്റെ പണിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ മോളെ കെട്ടിക്കണം, എന്റെ കുടുംബത്തെ നന്നാക്കി നോക്കണം, എന്റെ വീട് ഉണ്ടാക്കണം, എന്റെ മക്കളെ പഠിപ്പിക്കണം, എന്റെ കുട്ടിക്ക് ആഭരണം ഉണ്ടാക്കണം എന്നൊക്കെ എനിക്ക് തോന്നുന്നു. പക്ഷെ എനിക്കും കൂടി നിസ്കരിക്കാൻ ഒരു പള്ളി ഉണ്ടാക്കുന്നതിന് കുറച്ച് പൈസ ഞാനും കൊടുക്കണം എന്ന് തോന്നി. കൊടുക്കുകയാണെങ്കിൽ തന്നെ 1000 10,000 കൊടുക്കും. എന്താ 20 ലക്ഷം രൂപ ചെലവഴിച്ച് മോളെ കല്യാണം നടത്തിയ ഒരു മനുഷ്യന് 20ഉം പിന്നെ ഒരു 1/2 ലക്ഷവും കൂടി ആവുകയുള്ളൂ. 1/2 ലക്ഷം ഇതിന് കൊടുക്കാമല്ലോ. പക്ഷെ അങ്ങനെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ തോന്നാത്തത് കൊണ്ട് നമുക്ക് എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരിക, നമ്മുടെ ആവശ്യം നമുക്ക് പൂർത്തിയാക്കാൻ കഴിയാതെ വരും. ഇപ്പൊ നോക്കൂ, പണിയെടുക്കാൻ പോകുന്ന മുഴുവൻ ആൾക്കും പണി കിട്ടുന്നുണ്ട്, പണിയെടുത്താൽ നല്ല കൂലിയുണ്ട്. എന്നാലും ഉണ്ടാവും ചില നാട്ടില് വിധവകളായ, വികലാംഗരായ, നിത്യരോഗിയായ 1-2 ആളുകളൊക്കെ, അവർക്ക് എന്നും ഭക്ഷണം കൊടുക്കാൻ എന്തോ പ്രയാസമുണ്ടോ? ഇല്ലല്ലോ. ഒരു ഹദീസ് ഉണ്ട്, ആ ഹദീസ് മനസ്സിലാക്കിയാൽ മതി. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തആമുൽ ഇസ്നൈനി, 2 ആൾക്കുള്ള ഭക്ഷണം മതി, യക്ഫി അൽ അർബഅ, 4 ആൾക്ക്. 2 ആള് തിന്നുന്ന ഭക്ഷണം 4 ആൾക്ക് തിന്നാൻ മതി. വതആമുൽ അർബഅ യക്ഫി അസ്സമാനിയ, 4 ആളെ ഭക്ഷണം മതി 8 ആൾക്ക്. സ്വഹീഹ് മുസ്ലിമുള്ള ഒരു ഹദീസാണ്. അപ്പൊ 2 ആളെ ഭക്ഷണം മതി 4 ആൾക്ക്, 4 ആളെ ഭക്ഷണം മതി 8 ആൾക്ക് എന്ന് പറയുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറയുമ്പോൾ കേൾക്കുന്ന സഹാബത്തിന് വേഗം മനസ്സിലാവും. ഇനി നമ്മൾ ചെറിയൊരു മാറ്റം നമുക്ക് ചെയ്യാൻ കഴിയുന്ന, 2 ആളെ ഭക്ഷണം മതി 3 ആൾക്ക് എന്ന് വിചാരിച്ചാൽ പോലും നമുക്ക് ചെയ്തുകൂടെ?
നാട്ടിൽ ഒരു 10ഓ 50ഓ വീടുള്ള ഒരു മഹല്ലില് 2ഓ 3ഓ വീട്ടുകാർക്ക് ഭക്ഷണം ഇല്ലെങ്കിൽ അത് ഏർപ്പാട് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ നടക്കൂലേ? നടക്കും. പക്ഷെ നമുക്കങ്ങനെ ഏർപ്പാട് ചെയ്യാൻ കഴിയുന്നില്ല. എന്നിട്ട് ഇന്നലത്തെയും മെനയാത്തെയും ഒക്കെ ഭക്ഷണം 2, 3, 4 ദിവസം കഴിയുമ്പോൾ ഉപയോഗിച്ചുകൂടാതെ എടുത്ത് കളയേണ്ട അവസ്ഥയും ഉണ്ടാകുന്നു. അപ്പൊ ചെലവഴിക്കുന്നതിനുള്ള മനസ്ഥിതിയാണ് ഏറ്റവും പ്രധാനം. ചെലവഴിച്ചതാണ് ബാക്കിയാവുക. ഒരു സംഭവമുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. സഹാബിമാർ ആടിനറുത്തിട്ട് ആയിഷ ബീവി പറഞ്ഞു, അങ്ങനെ ഇവിടെ ആടിനറുത്തിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ബഖിയ മിൻഹ, അതിലെന്താ ബാക്കിയായിട്ടുള്ളത്? ഇനിന്ന് എന്താണ് അവശേഷിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, മാ ബഖിയ മിൻഹ ഇല്ലാ കതിഫഹ, അതെല്ലാം കൊടുത്തു അവസാനം ഇനി എന്തോള്ളൂ എന്നറിയാം, അതിന്റെ കഴുത്തിന്റെ ഭാഗം, മാംസം, അതേ ബാക്കിയുള്ളൂ റസൂലേ എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു പാഠം പഠിപ്പിക്കുക, ഒരു വലിയ സന്ദേശം. എന്താ പറഞ്ഞെന്നറിയോ? ബഖിയ കുല്ലുഹ ഇല്ലാ കതിഫഹ. അങ്ങനല്ല ആയിഷ, എല്ലാം ബാക്കിയായി, അതിന്റെ കഴുത്തു മാംസം ഒഴികെയാണ്. എന്നാണ് ഇപ്പൊ ഇവിടെ ബാക്കിയായി എന്ന് പറയുന്നതാണ്. അതുണ്ടല്ലോ, അതാണിപ്പോ, അതല്ലാത്തതെല്ലാം ബാക്കിയാണ്, കൊടുത്തതാണ് ബാക്കിയായത്. ഇപ്പൊ നമ്മളുണ്ടല്ലോ, കൊടുത്താ തീർന്നു പോയി എന്ന് വിചാരിക്കുക, അങ്ങനെ തീർന്നു പോകല്ല. കൊടുത്തതാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്, കൊടുത്തതാണ് നമ്മുടെ ബാങ്ക് ബാലൻസ്. ഇപ്പൊ നമ്മൾ മരിക്കാന്ന് വിചാരിക്കാം. മരിക്കുന്ന നേരത്ത് നമ്മുടെ മക്കളെല്ലാം കണക്ക് കൂട്ടി മരിച്ച ശേഷം ഓരി വെക്കാൻ നോക്കുമ്പോൾ ബാങ്കിൽ എത്ര ഉണ്ട്, ഭൂമി എത്ര ഉണ്ട്, അത് എത്ര ഉണ്ട്, ക്യാഷ് എത്ര ഉണ്ട് ഒക്കെ നോക്കുമല്ലോ. ഇതിൽ നമുക്കുള്ള ബാലൻസ് എന്താ? അപ്പൊ ഞാനാണ് മരിക്കുന്നതെങ്കിൽ എന്റെ കാലശേഷം എന്റെ മക്കളൊക്കെ കണക്ക് കൂട്ടി നോക്കുമ്പോ വാപ്പക്ക് വേണ്ടിയിട്ടുള്ളത് എന്ത് എന്ന് അവർ ആലോചിക്കുക. ഏതായിരിക്കണം? വാപ്പ കൊടുത്ത് തന്നെ ആയിരിക്കും. അല്ലെ പിന്നെ ഒരു കൊടുക്കണം, അല്ലെന്തായാലും കൊടുക്കൂല. പലപ്പോഴും വസിയത്ത് പറഞ്ഞിട്ട് എഴുതിയില്ല എന്നുള്ളതിന്റെ പേരിൽ കൊടുക്കാത്തൊരു കുടുംബത്തിനെ പറ്റി എനിക്കറിയാം. വസിയത്ത് വാപ്പ പറഞ്ഞതാ, പറഞ്ഞ് കേട്ടവരാണ്. പക്ഷെ ഒരുത്തം പറയാണ് അങ്ങനെ ഉണ്ടെങ്കിലും അതിന് രേഖയില്ലല്ലോ. ഓന്റെ വാപ്പനെ കുറിച്ചാണ്. ഓനിപ്പോ ജീവിക്കുന്ന പിന്നെ വീട് ആ വാപ്പ ഉണ്ടായി കൊടുത്ത, എന്നിട്ട് മോൻ പറയാണ് വാപ്പ അങ്ങനെ വസിയത്ത് ചെയ്ത് രേഖ ഉണ്ടായിട്ടില്ല. എന്ത് രേഖ? അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും മക്കൾ കുറച്ച് കഴിയുമ്പോൾ. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് പരലോകത്തേക്ക് വേണ്ടി നമ്മൾ ചെയ്തു വെച്ചാൽ നമുക്ക് കിട്ടും. അതാണ് ആ കൊടുത്തതാണ് ബാക്കിയുള്ളത്, കൊടുക്കാത്തതാണ് ചെലവായത് എന്ന് പറഞ്ഞതിന്റെ ആശയം. ഒരു ഹദീസിലുണ്ട് ഇതേ ആശയം തന്നെ പറയുന്നതായിട്ട്, മാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ. അല്ലാഹു തആല ഒരാൾക്ക് വിനയം കൊണ്ട് ഇസ്സത്ത് വർദ്ധിപ്പിക്കും. ഇപ്പൊ നമ്മളുണ്ടല്ലോ, ഇസ്സത്ത് ഉണ്ടാക്കാൻ, അന്തസ് ഉണ്ടാക്കാൻ, പ്രൗഢി ഉണ്ടാക്കാൻ പലതും ചെയ്യുന്നത് ഒന്നും വേണ്ടെന്നാ ഹദീസിലുള്ളത്. വിനയത്തോടു കൂടി ജീവിച്ചാൽ മതി. വിനയത്തോടുകൂടി ജീവിച്ചാൽ അല്ലാഹു തആല അവനെ ഉയർത്തുന്ന. ഇതിന് പറയുന്നത് വമാ തവാള അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്. അള്ളാഹുവിന് വിനയം കാണിച്ച് ജീവിക്കുന്നവനെ അള്ളാഹ് ഉയർത്തും. ഉയരാൻ വേണ്ടി പണിയെടുക്കുന്നവൻ ചിലപ്പം കുറച്ചു കാലമൊക്കെ ഉയരും, പക്ഷെ ആ ഉയർത്തിയവർ തന്നെ പിന്നെ അവനെ താഴ്ത്തി വെക്കുകയും ചെയ്യും. അതല്ലേ നമ്മൾ കാണുന്ന പല അനുഭവവും. പിന്നെ പറഞ്ഞു, ആ കൂട്ടത്തിൽ തന്നെ എണ്ണിപ്പറഞ്ഞ കാര്യമാണിത്. ഈ വിധത്തിൽ തന്നെ നമ്മൾ വിനയത്തോടുകൂടി മാ നഖസത്ത് സദഖത്തും മിൻ മാലി, ആ ഹദീസ് തുടങ്ങുന്ന അങ്ങനെയാ. മാ നഖസത്ത് സദഖത്തും മിൻ മാലി, സദഖ കൊണ്ട് ഒരു ധനവും കുറഞ്ഞു പോകില്ല എന്നാണ്. അപ്പൊ പോയി തീർന്നുപോയി കൊടുത്തുപോയി എന്ന് വിചാരിക്കണ്ട. മാ നഖസത്ത് സദഖത്തും മിൻ മാലിൻ, സദഖ കൊണ്ട് ഒരു ധനത്തിലും കുറവ് വരുന്നില്ല എന്ന്. അള്ളാന്റെ ബർക്കത്തുണ്ടാവും സദഖ ചെയ്യുമ്പോൾ എന്നാണ്. അപ്പൊ ഇത് നമ്മുടെ ഒരു മനസ്ഥിതിയിൽ വരേണ്ട മാറ്റമാണ്. മനസ്ഥിതിയിൽ ആ മനസ്ഥിതി മാറുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ നമ്മളൊക്കെ അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹു തന്നതാണ്, അള്ളാഹുവിലേക്ക് പോകാനുള്ളവരാണ് എന്ന് നമുക്ക് ബോധ്യം വരിക. ഒരു ഹദീസിലുണ്ട്, തൈസ അബ്ദുദ്ദീനാർ, തൈസ അബ്ദുദ്ദിർഹം, ദീനാറിന്റെയും ദിർഹമിന്റെയും അടിമ നശിച്ചിരിക്കുന്നു. അടിമ എന്ന് പറഞ്ഞ ആരാ? ഉടമ പറയുന്നത് കേൾക്കണം, അല്ലെ? അടിമ. അപ്പൊ ഉടമസ്ഥൻ പണം, നമ്മൾ അടിമ. അങ്ങനെ വരുമ്പോ നമ്മൾ ജീവിക്കുന്നത് ഈ ഉടമസ്ഥൻ പറയുന്ന മാതിരിയാവും. പൈസ കിട്ടുമോ എന്നാലും അയാളൊന്ന് പോയി പരിചയപ്പെടാം. പൈസ കിട്ടുമോ എന്നാ കുടുംബത്തിൽപ്പെട്ട ഇവനെ ഒന്ന് പോയി കാണാം. പൈസ ഇല്ലാത്ത കുടുംബക്കാരൻ അതിനേക്കാൾ അടുത്ത കുടുംബക്കാരൻ ഉണ്ടാവും, അല്ലെ? അങ്ങനെ നമ്മൾ ബന്ധമൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ്. ഒരു കാര്യപ്പെട്ട ആളുമായിട്ട് എന്തെങ്കിലും എന്റെ കസിനാണെങ്കിലും പറഞ്ഞിട്ട് ഒരു ബന്ധം ഉണ്ടാക്കുന്നത് എന്താ? അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയല്ല കാര്യം വേണ്ടത് എന്നതാണ്. തൈസ അബ്ദുദ്ദീനാരി വദ്ദിർഹം, ദീനാറിന്റെയും ദിർഹമിന്റെയും, അത് കറൻസിയാണ്, നാണയമാണ്. അപ്പൊ പണത്തിന്റെ അടിമ, ദീനാറിന്റെ അടിമ, ദിർഹമിന്റെ അടിമ നശിച്ചു. തൈസ എന്ന് പറഞ്ഞാൽ ഹലക്കാണ്, ഹലാക്കായി. നേരെ മറിച്ച് പണത്തിന് ഇസ്ലാം എതിരാണ്. അല്ല, നല്ല പണത്തെ, നല്ല പണം, നല്ല മനുഷ്യന്റെ കയ്യിലുള്ള പണം നല്ലതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമൽ മാലു സാലിഹ്
ഫീ യദി റജുലിൻ സാലിഹ്, നല്ല മനുഷ്യന്റെ കയ്യിലുള്ള പണം. എത്ര നല്ല പണം അല്ലേ? ജുമാക്ക് ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിൽ വരാൻ പറഞ്ഞു. ജുമാ കഴിഞ്ഞാൽ വൈദാ ഖുദിയത്തി സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹ്, അല്ലാഹുവിന്റെ ഫളിലിനെ തേടി പോയിക്കൊള്ളാൻ പറഞ്ഞു. പണം ഉണ്ടാക്കാനാണത്, പണം തന്നെയാണത്. ജോലി ചെയ്യാൻ പറഞ്ഞു. ഹജ്ജിന് പോകുന്ന സമയത്ത് വലാ ജുനാഹ അലൈക്കും അൻ തബ്തഗൂ മിൻ അംവാലി, നിങ്ങൾ നിങ്ങളുടെ ഈ സമയത്ത് നിങ്ങൾ അല്ലാഹുവിന്റെ ഫളിലിനെ അന്വേഷിക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഫളിൽ, അല്ലാഹുവിന്റെ ഫളിൽ എന്ന് പറയുന്ന ഭൗതികമായ വിഭവങ്ങൾ, പണം, കാര്യം, സമ്പാദ്യം, തൊഴിൽ, അതൊക്കെ ഇസ്ലാം പ്രേരിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരിക്കലും പണത്തിന്റെ അടിമയായി പോകാൻ പാടില്ല. പണത്തിന്റെ അടിമയായി പോകുന്നവരായി ന്യായം കണ്ടെത്തും. ആ പണമാണ് വലുത് എന്ന് തോന്നും. പണം കൂട്ടാനും കുറക്കാനും നിസ്കാരം വരെ ഒഴിവാക്കും. പണം കൂട്ടാനും കുറക്കാനും കുടുംബബന്ധം മുറിക്കും. പണം കൂട്ടാനും കുറക്കാനും ഇതുമായുള്ള പല പരിപാടികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതൊന്നുമല്ല പ്രധാനം. ഇബ്തിഗാ വജ്ഹില്ല, അള്ളാന്റെ വജ്ഹാണ് പ്രധാനം എന്ന് നമ്മൾ അറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വസല്ലല്ലാഹു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. നമ്മുടെ മനസ്സിൽ നാം കാത്തു സൂക്ഷിച്ചു പോരുന്ന വിശ്വാസവും നമ്മുടെ ഈമാനും സംതൃപ്തിയോടുകൂടിയുള്ള നമ്മുടെ ജീവിതവും വളരെ പ്രധാനമാണ്. അത്യാഗ്രഹം പാടില്ല. അത്യാഗ്രഹം, നമുക്ക് നല്ല ആഗ്രഹങ്ങൾ ഉണ്ടാകാം, ഹലാലായ നിലക്ക് അത് പൂർത്തിയാക്കാൻ പരിശ്രമിക്കാം, നല്ല പര്യവസാനത്തിന് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അതാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് മനുഷ്യന്റെ അത്യാഗ്രഹങ്ങളെക്കുറിച്ച്, ലൗ അന്ന ലി ഇബ്നി ആദം വാദിയം മിൻ ദഹബിൻ, ഒരു മനുഷ്യന്, ബനു ആദം, ആദമിന്റെ മകൻ, അപ്പൊ ഒരു മനുഷ്യന് സ്വർണം കൊണ്ടുള്ള ഒരു താഴ്വര ഉണ്ടായെന്ന് വിചാരിക്കുക. ഒരു താഴ്വര, സ്വർണം കൊണ്ടുള്ള ഒരു ചെയിനോ അല്ലെങ്കിൽ ഒരു നാണയമല്ല, ഒരു താഴ്വര മുഴുവനും സ്വർണമാണ്. അങ്ങനെയാണ് എന്തായിരിക്കും അവന്റെ മനസ്ഥിതി എന്നറിയാം. അതാ റസൂലുള്ളാഹി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അഹബ്ബ അൻ യകൂന ലഹു വാദിയാനി, അതുമാതിരി ഒരു സ്വർണം താഴ്വരയും കൂടി ഉണ്ടാവാൻ അവൻ ആഗ്രഹിക്കുന്നു. ഒരു താഴ്വര മുഴുവനും, ഒരു പ്രദേശം മുഴുവനും സ്വർണമുണ്ട് ഒരാളുടെ അധീനത്തിൽ എന്ന് വിചാരിക്കുക. അവൻ ആഗ്രഹിക്കുന്നത് അതുമാതിരി ഒന്നും കൂടി ഉണ്ടായാൽ എത്ര നന്നാവുന്നതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത് പിന്നെന്താ ഉണ്ടാവുക? പിന്നെ ഒന്നുകൂടി ഉണ്ടായാൽ എന്താവും? പിന്നെ ഒന്നുകൂടി ഉണ്ടാകാൻ ആഗ്രഹിക്കും. അങ്ങനെയല്ലേ പോവാ. അവസാനം വലൻ യംലഅ ഫാഹു ഇല്ല തുറാബ്, അവന്റെ വായ നിറക്കുക മണ്ണ് മാത്രമായിരിക്കും. അതൊരിക്കലും സംതൃപ്തി വരൂല. അങ്ങനെ അവസാനം മരിച്ച് അല്ലെ മണ്ണോട് ഒട്ടിച്ചേരുന്ന അപ്പോഴാണ് അത്യാഗ്രഹം തീരുണ്ടാവുള്ളൂ എന്നാണ്. വയതൂബുല്ലാഹു അലാ മൻ താബ്, അല്ലാഹു തആല പശ്ചാത്താപം ചെയ്യുന്ന ആളുകളുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നു എന്ന്. യഖൂലു അൽ അബ്ദു, ഒരു മനുഷ്യൻ ഇങ്ങനെ പറയും, മാലി മാലി, എന്റെ ധനം എന്റെ ധനം എന്ന് മനുഷ്യൻ ഇങ്ങനെ പറയും. എന്റെ ധനം, എന്റെ പണം, എന്റെ സ്വത്ത്, എന്റെ മുതൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വ ഇന്നമാ ലഹു മിൻ മാലിഹി സലാസ്. ശരിക്കും ആലോചിച്ചാൽ ഒരാളുടെ പണം അയാൾ അനുഭവിച്ചത് എന്തൊക്കെയാ? 3 കാര്യങ്ങളാന്നാ പറഞ്ഞത്. എന്റെ പണം ഏതൊക്കെയാണത്? എന്റെ പണം അത് മാ അക്കല ഫഅഫ്ന, തിന്ന് നശിപ്പിച്ചത്. അത് ഞാൻ തന്നെയാണല്ലോ ചെയ്തത് അല്ലെ. കുറെ ഭക്ഷണം കഴിച്ചു, അത് ദഹിച്ചു പോയി, അത് പോയി. അപ്പൊ നമ്പർ 1 അതാണ്, തിന്ന് തീർത്തത്. രണ്ടാമത്തെ കാര്യം ഔ ലബിസ ഫഅബ്ല, വസ്ത്രം ധരിച്ചു, ആ വസ്ത്രം പഴുതായി നുരുപ്പിപ്പോയി, അത് നമുക്ക് വേണ്ടി ചെയ്തതാണ്. ഔ അഅത ഫഅഖ്ന, അല്ലെങ്കിൽ ആർക്കെങ്കിലും നൽകിയിട്ട് അവര് അതുകൊണ്ട് ഉപകാരപ്പെട്ടങ്ങനെ ജീവിച്ചു പോയി, അതായത് കൊടുത്ത് തീർത്ത പണം. വമാ സിവാ ദാലിക, ഇതല്ലാത്തതൊക്കെ ഫവദാഹിബുൻ വതാരികുഹു ലിന്നാസ്, അതൊക്കെ പോയതാണ്, കാലശേഷം ആളുകൾക്ക് വിട്ടുകൊടുക്കുന്നതാണ്. അപ്പൊ ഞാൻ തിന്നത് ഞാൻ അനുഭവിച്ചു, ഞാൻ ധരിച്ചത് ഞാൻ അനുഭവിച്ചു, ഞാൻ ആർക്കാർക്കെങ്കിലും കൊടുത്തത് എനിക്ക് ഉപകാരപ്പെട്ടതാവും. പിന്നെ ഞാൻ വിട്ട് പോകുന്നത് ആൾക്കാർക്ക് വേണ്ടിയാ, ആളുകൾക്ക് വേണ്ടിയാ. പക്ഷെ നമ്മുടെ ലൈൻ, നമ്മുടെ ചിന്താധാര പോകുന്നത് അധികം എന്തിനാണെന്നറിയോ? തിന്നു തീർക്കാനല്ല, ധരിക്കാനുമല്ല, ആളുകൾക്ക് കൊടുക്കാനുമല്ല, പിന്നെ
അവസാനം ഇവിടെ ഇട്ടച്ചു പോകാൻ വേണ്ടിയാണ് ഈ കഷ്ടപ്പെടുന്നത് മുഴുവൻ. ഇതിൽ നിന്ന് ആളുകൾ പണം ഉണ്ടാക്കണ്ട എന്നോ സമ്പാദിക്കണ്ട എന്നോ കുട്ടികൾക്ക് വേണ്ട ഒന്നുമല്ല പറഞ്ഞതിനർത്ഥം. നമുക്കൊരു ബോധമുണ്ടാകണം എന്നുള്ളതാണ്. എന്തിനാണ്, എനിക്കെന്താണ് എന്ന ഒരു ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ആശയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തന്നതും ബോധ്യപ്പെടുത്തി തന്നതും ഈ വിധത്തിലുള്ള കാര്യങ്ങളായത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമുക്കെന്തുണ്ടാകും, മറ്റുള്ളവർക്ക് എന്തുണ്ടാകും, പണം എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, എല്ലാത്തിനെ കുറിച്ചും ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പണത്തിനെ കുറിച്ച് 2 ചോദ്യമുണ്ട്. അത് നമ്മൾ അറിയണം. പരലോകത്തെത്തിയാൽ അല്ലാഹു തആല ചോദിക്കും, ഇൽമിനെ കുറിച്ച് ചോദിക്കും, ആയുസ്സിനെ കുറിച്ച് ചോദിക്കും, അങ്ങനെ പലതും ചോദിക്കും. ആ കൂട്ടത്തിൽ വഅൻ മാലിഹി, പണത്തെക്കുറിച്ച് ചോദിക്കും. പണത്തെക്കുറിച്ച് 2 ചോദ്യമാണ്. മിൻ ഐന ഇക്തസബഹു, ആ പണം എങ്ങനെ ഉണ്ടാക്കി, എവിടുന്നാ പണം ഉണ്ടാക്കിയത്, വഫീമ അൻഫഖഹു, എന്തിലാ ചെലവഴിച്ചത്. നമ്മുടെ ചില ആളുകൾക്കൊക്കെ തോന്നുന്നത് ഒരു ചോദ്യമേ ഉള്ളൂ എന്നാണ്. എന്നാൽ എങ്ങനെങ്കിലും കട്ടും കവർന്നും പിടിച്ചു പറിച്ചും കള്ളത്തരത്തിലും കുറെ കാശുണ്ടാക്കി എവിടെ പോയി ഇങ്ങോട്ട് വരും നാട്ടിലേക്ക്. പിന്നെ മൂപ്പരന്നായിരിക്കും നമ്മുടെ പള്ളി കമ്മിറ്റിന്റെ ചെയർമാനും നമ്മുടെ സംഘടനയുടെ നേതാവും നമുക്ക് വേണ്ടപ്പെട്ട ആളും ഒക്കെ അയാൾ തന്നെ. കൊടുക്കുന്നുണ്ടാവും, കുറെ കൊടുക്കുന്നത് നല്ലതിനായിരിക്കും. പക്ഷെ മിനൈനക്തസബഹു, എവിടുന്നാ ഉണ്ടാക്കിയത്, അത് നമ്മളും ആലോചിക്കുന്നില്ല, അയാളും ആലോചിക്കുന്നില്ല. പടച്ചോനറിയാം എവിടുന്നാ ഉണ്ടാക്കിയത്. അപ്പൊ 2 ചോദ്യമുണ്ട് എന്നാണ്. എങ്ങനെയാണ് പണം ഉണ്ടാക്കിയത്, അത് ഹലാലാവണം. എന്തിലാണ് പണം ചെലവഴിക്കുന്നത്, അതും ഹലാലാവണം. ഇതാണ് നമ്മുടെ സമീപനമായി നമുക്ക് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനും റഹീമുമായ അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന ആളുകളുടെ എല്ലാ കഷ്ടപ്പാടുകളെയും അല്ലാഹുവേ നീ ദൂരീകരിച്ച് തരണമേ. വളരെ പ്രയാസകരമായ നിലയിൽ രോഗം പിടിച്ച് കഷ്ടത്തിലായ കുറേ ആളുകൾ, പലരും നമ്മോട് ദുആ ചെയ്യാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ രോഗങ്ങളെ അല്ലാഹുവേ നീ എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കണമേ. ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ അല്ലാഹുവേ നീ ദൂരീകരിച്ച് തരണമേ. ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും പീഡനങ്ങളും പ്രയാസങ്ങളും തരണം ചെയ്യുവാനുള്ള ശക്തി നൽകി ഈ സമുദായത്തെ നീ അനുഗ്രഹിക്കണമേ. അവർക്കതിനുള്ള ഈമാനും തഖ്വയും നീ വർദ്ധിപ്പിച്ച് തരണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.